ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഓംലെറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. ഒരു 5 വെറൈറ്റി ആയിട്ടുള്ള അതുപോലെ ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ള ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റിനോ നമുക്ക് സ്നാക്കായിട്ടോ ഡിന്നറിനോ ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ചെറിയ സൈസ് വല്യുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, ഒരു 2 പച്ചമുളക്, 1.5 ടേബിൾ സ്പൂൺ ചോറും കൂടെ നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും കൂട്ടാണ്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഇനി ഒരു ബൗളിൽ നമ്മൾ കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വല്യുള്ളിക്ക് പകരം ചെറിയ ഉള്ളി എടുക്കണമെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഈ ചോറിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റങ്ങളൊക്കെ വരുത്തുക കേട്ടോ, കൂട്ടാനും കുറക്കാനൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഇനി നമ്മൾ ചോറിൻ്റെ ആ ഒരു മിക്സും കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി എടുക്കുക. ചോറ് കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി അതുപോലെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. മഞ്ഞൾ കൂടിപ്പോരുത്, ഒരു നുള്ളു മാത്രം ചേർക്കുക. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മളിത് പൊരിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുക കേട്ടോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് മുട്ടയുടെ ഒരു മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് കുഴിയുള്ളതുപോലെ ചീനച്ചട്ടി തന്നെ നമ്മൾ ചെയ്യാൻ കാരണം നല്ല കട്ടിയായിട്ടുള്ള മുട്ട കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പരന്ന പാനിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു ഭാഗം റെഡി ആവുന്ന സമയത്ത് തിരിച്ചിട്ടിട്ട് ചെറിയ തീയിൽ 2 ഭാഗം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ കരിയാണ്ട തന്നെ എടുക്കുക. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അതുപോലെ ചോറ് കഴിക്കാത്ത കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. മുളകൊക്കെ കൊണ്ട് ഒഴിവാക്കിയിട്ട് ഇതുപോലെ ചോറ് അരച്ചിട്ട് ചെയ്താൽ മതി, അവർ ഓംലെറ്റ് പോലെ കഴിച്ചോളും. അപ്പോൾ നല്ല കട്ടിയായിട്ടുള്ള നല്ലൊരു ഓംലെറ്റാണിത് കേട്ടോ. നല്ലൊരു നാടൻ ടേസ്റ്റാണ് ഇതിന്. ഇപ്പോൾ ചെറിയ ഉള്ളിയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉൾഭാഗമൊക്കെ നല്ല കട്ടിയായിട്ട് നല്ല സോഫ്റ്റായിട്ടാണ് നമുക്ക് കിട്ടുക. ഇത് വെറുതെ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓംലെറ്റാണ്. അപ്പോൾ നെക്സ്റ്റ് കാണിക്കുന്നത് ചിക്കൻ ഓംലെറ്റാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഉള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ വലിയുള്ളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ചെറിയ ഉള്ളിയും വലിയുള്ളിയും കൂടി പകുതിയായിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി ഉള്ളി ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലയും കൂടെ ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണാണ് ചിക്കൻ മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ മസാലയുടെ റെസിപ്പിയൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് നോക്കുക. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ എല്ലൊക്കെ മാറ്റിയിട്ടൊന്ന് പിച്ച് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, വളരെ കുറച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏകദേശം 1 കപ്പ് അത്ര തന്നെ പിച്ച് എടുത്തതിന് ശേഷം ഉണ്ടാവുള്ളൂ. ഇനി നിങ്ങൾക്ക് ബീഫ് വേണമെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ചിക്കനിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർക്കുക. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ നാരങ്ങയുടെ പീസും കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇത് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. നല്ല പോലെ ചൂടാറണം. അപ്പോൾ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു 4 കോഴിമുട്ട നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം ചിക്കൻ്റെ ആ ഒരു മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർക്കുന്നത്. അപ്പോൾ മൈദ വേണ്ടാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്താലും മതി കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ സാധാരണ പാന് ചൂടാക്കിയിട്ട് അതിൽ ഓയിൽ ഒഴിച്ചിട്ട് സാധാ ഓംലെറ്റൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ കുറച്ചും കൂടെ സമയം വേണം നമുക്കിത് ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ ഒഴിച്ചിട്ടുണ്ട്, നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേറൊരു പാനിൻ്റെ മേലെ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് കനമുള്ളതുകൊണ്ട് തന്നെ ഉൾഭാഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, പുറം ഭാഗം കരിയാണ്ട് കിട്ടണം. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് തുറന്നിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
അപ്പോൾ നല്ല കരിയാണ്ട തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 ഭാഗവും നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് കഴിക്കാം. ഇതിപ്പോൾ ഒരു കേക്കിൻ്റെ ആ ഒരു ഫീലാണ് നമുക്ക് കഴിക്കുന്ന സമയത്ത്. ഇറച്ചി കേക്കൊക്കെ കഴിക്കുന്ന പോലെ തന്നെയാണ്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ. വെറുതെ കഴിക്കാം, സ്നാക്കായിട്ട് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓംലെറ്റാണ്. ആദ്യം നമ്മൾ ഒരു 3 മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വെള്ളയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒരു വിസ്കോ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഹാൻഡ് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ഫ്ലഫി ആയിട്ടുള്ള ഓംലെറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ മുട്ടയുടെ മഞ്ഞയിലേക്കും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുട്ട ഒന്നിച്ച് നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഇത്രയും പതഞ്ഞ് കിട്ടൂല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം വൈറ്റ് ഒന്ന് സെപ്പറേറ്റ് ഒന്ന് പതപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റായിട്ട് കാണിക്കുന്നത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുട്ടയുടെ മിക്സ് ഒഴിച്ചിട്ട് കുറച്ച് ആംചൂർ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ആംചൂർ പൗഡർ പറഞ്ഞാൽ ഡ്രൈഡ് മാംഗോ പൗഡർ പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ചെറിയ തീയിൽ വേണം വെച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇതിലേക്ക് ഉള്ളി, പച്ചമുളക്, ക്യാപ്സിക്കം കൂടെ അരിഞ്ഞത് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കുക, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇനി ഒരു 2 ബ്രെഡ് സ്ലൈസ് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് കേട്ടോ അത്. ഇനി ബാക്കിയുള്ള ഉള്ളിയും കൂടെ നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ആയി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ ബട്ടർ അത് ചട്ടിയിലൊന്ന് ഇട്ട് കൊടുക്കുക. ഈ ബട്ടറിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഈ ഒരു ഓംലെറ്റിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ ഭാഗം ആവുന്ന സമയത്ത് നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ശ്രദ്ധിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കുക, പൊട്ടിപ്പോകാണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ നല്ല സൂപ്പറായിട്ടുള്ളൊരു ഓംലെറ്റാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓംലെറ്റാണ്, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ കാണിക്കുന്നത് ഒരു പൊട്ടാറ്റോ ചീസ് ഓംലെറ്റാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് ഉടച്ചെടുത്തിട്ടുണ്ട്. നല്ല പോലെ ഉടച്ചെടുക്കുക, അധികം കഷ്ണങ്ങളൊന്നും ഇല്ലാണ്ട് ഉടച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ഉള്ളി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിന് നമ്മൾ 3 കോഴിമുട്ട വെച്ചിട്ടുള്ള ഒരു ഓംലെറ്റിന് ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ഉള്ളി, ഇതൊക്കെ പാകമാണ്. ഇനി 1 ടീസ്പൂൺ കുരുമുളക്, അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾ മുട്ടയുടെ അളവ് കൂട്ടുമ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിയുടെ അളവ് കൂട്ടി കൊടുത്താൽ മതി. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. മുട്ടയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ കട്ടിയായിട്ട് അല്ലാതെ നമ്മൾ നല്ല പോലെ ഇളക്കി കൊടുക്കുക. കട്ടായിട്ട് കിടക്കുമ്പോൾ നമ്മൾ ഓംലെറ്റ് കഴിക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് മാത്രം ഉരുളക്കിഴങ്ങിൻ്റെ അങ്ങനെ കിടക്കും കേട്ടോ. അതുകൊണ്ടാണ് നല്ല പോലെ മിക്സ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നല്ല ഇതായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപ്പൊക്കെ നോക്കുക കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് എടുക്കാം. അതിലേക്ക് നമുക്ക് മുട്ടയുടെ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഒരു ഭാഗം കുറച്ച് കനം കൂടുതലായി പോവും. ഇനി നമുക്കത് അടച്ചു വെച്ചിട്ട് അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് ചെഡർ ചീസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെഡർ ചീസ് വേണം നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏത് ചീസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. മൊസറല്ല വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ക്യാപ്സിക്കത്തിൻ്റെ പീസും കൂടെ നന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി, തക്കാളിയൊക്കെ ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള ചീസും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസ് കൂടുതലുണ്ടാകുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചിടുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കഷ്ണങ്ങളാക്കിയിട്ട് സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചോറിൻ്റെ കൂടെ അല്ല അത്രയും ടേസ്റ്റ് കേട്ടോ. ഇതൊക്കെ സ്നാക്കായിട്ട് കഴിക്കാൻ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുക, അങ്ങനെയൊക്കെയാണ് നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വെജിറ്റബിൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ കരിയാണ്ട തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് നല്ല ഒരു മഞ്ഞ് പോലെ അത്രയും വായിലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു ഓംലെറ്റാണ്. ഒരു 3 കോഴിമുട്ട ഞാൻ ഇതേപോലെ വെള്ളയും മഞ്ഞൊന്ന് വേറെ വേറെ ആയിട്ട് എടുത്തിട്ടുണ്ട്.
ഈ വെള്ളയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ബീറ്റർ വെച്ചിട്ടാണ് നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വിസ്കോ ഫോർക്കോ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇത് നന്നായിട്ട് നമുക്ക് പതഞ്ഞ് വന്നാൽ അത്രയും നമുക്ക് നല്ല ടേസ്റ്റായിട്ട് ആ ഓംലെറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരണം കേട്ടോ, ബൗളിൽ നിന്ന് വിട്ട് പോകാത്ത രീതിയിൽ വേണം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. തവ പാൻ എടുക്കുക, അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഇത്രയും ഷേപ്പാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോ ടീസ്പൂൺ കോരിയെടുത്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനുള്ള രീതിയിൽ അത് കുറച്ച് വലുത് വേണമെന്നുണ്ടെങ്കിൽ വലുതായിട്ട് ചെയ്യാം. അതിൻ്റെ നടുഭാഗത്ത് ചെറുതായിട്ടൊന്ന് കുഴിയാക്കി കൊടുക്കുക. ആ ഭാഗത്ത് നമ്മൾ മുട്ടയുടെ മഞ്ഞ ഒഴിച്ചു കൊടുക്കുകയാണ്. മഞ്ഞയിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ മഞ്ഞ മുഴുവനായിട്ട് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം, ബുൾസൈയൊക്കെ പോലെ. അപ്പോൾ മുട്ടയുടെ മഞ്ഞ ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, പച്ചമുളക്, തക്കാളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും വെജിറ്റബിളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ നല്ല പോലെ തന്നെ ആയിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെയാണ് കേട്ടോ. അത് വായിലിട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ടാണ് അലിഞ്ഞ് അങ്ങോട്ട് പോവും. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള നല്ലൊരു കോമ്പിനേഷനൊന്നുമല്ല, വെറുതെ കഴിക്കാൻ തന്നെയാണ് ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കാത്തൊരു ഓംലെറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഷേപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. നടുഭാഗത്ത് നമുക്ക് മഞ്ഞ ഒഴിക്കാനുള്ള ഒരു സ്പേസ് മാത്രം ഒന്ന് ശരിയാക്കി എടുത്താൽ മതി. ഉള്ളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉള്ളിയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.